ഇവിടെ ഞാൻ ചീലാവിൻ്റെ ഒരു നല്ല മുളക് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൂടെ മീൻ പൊരിച്ചതും ഉണ്ടാക്കിയിട്ടുണ്ട്. ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മീൻ കറിയാണ് വെക്കാൻ പോകുന്നത്. ചീലാവ് മീനാണ് കിട്ടിയത്. ഇന്ന് ഇച്ചിരി താമസിച്ച് മീൻ കിട്ടാൻ. അത് വെട്ടിക്കഴുകി പൊരിക്കാനും കറി വെക്കാനും കണ്ടിച്ച് വെച്ച് പൊരിക്കാൻ തേച്ച് വെക്കുകയും ചെയ്തു. ഉള്ളിയെല്ലാം അരിഞ്ഞു, ചുവന്നുള്ളിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. പൊടികളെല്ലാം എടുത്ത് വെച്ചു. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി ഇത്രയുമാണ് എടുത്ത് വച്ചിരിക്കുന്നത്. വെളുത്തുള്ളി ചതച്ച് വച്ചിരിക്കുന്നു. കറിവേപ്പില, കൊടംപുളി, കൊറക്കാപ്പുളി എന്നും പറയും. ഇത് ഞാൻ ചൂടുവെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ കൈ വെച്ച് ഇതാക്കി വച്ചിരിക്കുന്നു. ഇത്രയുമാണ് കറി വെക്കാനുള്ള സാധനങ്ങൾ. ഒരു ചട്ടി, ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ഒന്ന് ചൂടാവാൻ വേണ്ടി കാത്തു നിൽക്കണം. ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. മീൻ പൊരിക്കാനുള്ള ചട്ടിയും ഉടനെ തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടും കൂടി ഒന്നിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിലും എണ്ണ ഇട്ട് കൊടുക്കുക. അതിലും കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് വെച്ചു. എണ്ണ ചൂടായതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ആദ്യം വെളുത്തുള്ളി ചതച്ചതിട്ട് ഒന്ന് നല്ല മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇത് നല്ല രുചിയുള്ള മുളക് കറിയാണിത്. കൊച്ചിക്കാരുടെ സ്പെഷ്യൽ കറിയാണ്. ഞാൻ ഇഞ്ചി ചേർക്കാറുണ്ട്. ഈ കറിയിൽ ഞാൻ ഇഞ്ചി ചേർക്കുന്നില്ല. കുറച്ച് നേരം ഇട്ട് മൂപ്പിക്കണം. പച്ചമണം, വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയ ശേഷം ഈ സവാളയും ഇതും കൂടി ഇട്ട് കൊടുക്കും. ഈ സവാളയുടെ നിറം മാറുന്നത് വരെ നല്ലപോലെ വഴറ്റി കൊടുക്കണം. സവാള നല്ല വഴന്ന് നിറം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ തക്കാളി ഇട്ട് കൊടുക്കാം. പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടികൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം പച്ചമണം പൊടികളുടെ മാറുന്നത് വരെ നല്ലവണ്ണം വഴറ്റി. ഉപ്പും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട്. പൊടികൾ പരിചയപ്പെടുത്തിയപ്പോൾ ഞാനത് പറയാൻ വിട്ടുപോയതാണ്. മസാല എല്ലാം പൊടികളുടെ അടുത്ത് കിടന്ന് നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ പുളിവെള്ളം ചൂടുവെള്ളത്തിൽ കുടംപുളി ഇട്ടിട്ട് നല്ലവണ്ണം കൈ കൊണ്ട് വിരവി വെച്ചിരിക്കുന്നു. അതങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നല്ലവണ്ണം ഇളക്കി കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ചെറിയ തീയിലിട്ട് ഒന്ന് മൂപ്പിക്കാം. അതിൻ്റെ ഇടയ്ക്ക് മീൻ പൊരിക്കാൻ വെച്ചത് ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. 2 ജോലിയും പെട്ടെന്ന് തീരും. ഇങ്ങനെ ചെയ്യാൻ മതി. ചോറ് ഞാൻ ചെറിയ അടുക്കളയിൽ വെച്ച് ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കറിയിൽ. മീൻ ഇടുന്നതിന് മുമ്പേ നല്ല മണം വന്നുള്ളൂ. ഒരു പപ്പങ്ങ ഇന്നലെ ഇവിടുത്തെ ആള് കൊണ്ടുവന്നതാണ്. ഞാൻ അതും അരിഞ്ഞ് ചോറിൻ്റെ കൂടെ കണ്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒട്ടിപ്പിടിച്ച സ്പൂണിൽ. എനിക്കിപ്പോൾ വേറെ ഇവിടെ അടുത്ത് എല്ലാവരും മാറിപ്പോയി. വേറെ
സുഹൃത്തുക്കളൊന്നുമില്ല, നിങ്ങൾ തന്നെയാണ് എൻ്റെ സുഹൃത്തുക്കൾ. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ അവരുടെ അടുത്ത് പറയുന്ന പോലെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് കറികൾ വെക്കുന്നത്. ഇന്നെല്ലാവരും വീട് മാറിയൊക്കെ പോയി. ഉപ്പിച്ചിരി കുറവാണ്, നമുക്ക് ഉപ്പിച്ചിരി ഇട്ട് കൊടുക്കാം. എൻ്റെ ആൾക്ക് പ്രഷറും എല്ലാം ഉള്ളത് കൊണ്ട് ഉപ്പ് അധികം പാടില്ല. ഞാൻ ഉപ്പ് കുറവാണ് ഇടുന്നത്. ഇനി കുറച്ച് നേരം നല്ലവണ്ണം തിളക്കാൻ വിടണം. ഞാൻ വെക്കുമ്പോൾ ഞാൻ തന്നെയാണോ ഈ കറി വെച്ചതെന്ന് ഞാൻ അതിശയിച്ചു പോകും. നല്ല മണവും ചൊവ്വയും എല്ലാം വരും. ചില സമയത്ത് അങ്ങനെ വലിയ രുചിയൊന്നും കാണില്ല. ഇന്നിപ്പോൾ നല്ല രുചിയുള്ള കറിയാണ് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. അത് മീൻ ഇവിടെ നല്ല മൊരിഞ്ഞ് വരുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും. കറി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് തീ കുറച്ചതിന് ശേഷം മീനുകളെല്ലാം പിറക്കിയിട്ടു. ഈ മീനിൻ്റെ പേര് ചീലാവ് എന്നാണ്. ഒരുപാട് നാളായി ഈ മീൻ മേടിച്ചിട്ട്. ഇന്ന് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചു ചീലാവ് മേടിക്കട്ടേന്ന്. ആദ്യം വേണ്ടാന്ന് പറഞ്ഞെങ്കിലും പിന്നെ സമ്മതിച്ചു. അങ്ങനെ ഞാൻ വാങ്ങി. ഓർഡർ ചെയ്താണ് മേടിച്ചത്. ഒരു നല്ല വലുതും ഒരു ചെറുതും കൂടിയാണ് തന്നത്. ഞാൻ അടച്ച് വെച്ച് കുറച്ച് നേരം ഒരു മീൻ വേവ് കുറവായതുകൊണ്ട് മീനൊരു 5 മിനിറ്റ് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം. മീൻ ഇവിടെ നല്ലവണ്ണം മൊരിഞ്ഞ് അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കറി നല്ല തിളച്ച് നല്ല മീനൊക്കെ വെന്ത് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ്. നല്ല രുചിയുള്ള നല്ല ടേസ്റ്റുള്ള ചീലാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി എനിക്ക് ദാഹം വന്നപ്പോൾ ഇച്ചിരി തൈരെടുത്ത് മോരാക്കി വെച്ചാൽ അത് കുടിക്കാൻ പോവാണ്. ഞാൻ അടുപ്പ് അണച്ചതിന് ശേഷം കറി എടുത്ത് മാറ്റിയൊന്നും വെക്കണില്ല, ഞാൻ അവിടെ തന്നെ വെക്കുക. ഇത് മീൻ പൊരിച്ചതിൻ്റെ ചട്ടി ഇവിടെ മാറ്റണം. ചോറ് മീൻ കറിയും മീൻ പൊരിച്ചതും റെഡി ആയിട്ടുണ്ട്. ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഉണർവും ഇതൊക്കെ കിട്ടും എനിക്ക്. ആരും മെസ്സേജും കമൻറ്റും ഒന്നും ഇട്ടില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ എനിക്ക് തോന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ കറി എല്ലാവരും വെച്ച് നോക്കണം. പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും. കണ്ട എണ്ണയെല്ലാം നല്ല തെളിഞ്ഞ് നല്ല ഇതായിട്ടിരിക്കും. ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബായ്.